ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ രേണു ചേച്ചിയെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. അത് നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം വരുന്നൊരു വീഡിയോയാണ്. രേണുവിൻ്റെ അല്ല, രേണുവുമായി ബന്ധപ്പെട്ട മറ്റൊരാളിൻ്റെ വീഡിയോയാണ്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് വരാം. ഇത് കിച്ചു ഇന്നൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വീഡിയോയാണ്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം കിച്ചുവിനും ഇപ്പോൾ പ്രൊമോഷൻസും ഇനാഗുറേഷൻസ് ഒക്കെ കിട്ടി തുടങ്ങി. അതുകൂടാതെ തന്നെ ഇന്നലെയാണ് തോന്നുന്നു കിച്ചുവിൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടായിരുന്നു, എന്തോ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ടീഷർട്ടിൻ്റെ. അപ്പോൾ ആ ടീഷർട്ട് കൊണ്ടുവന്ന് സുധിച്ചേട്ടൻ്റെ അമ്മയും അവൻ്റെ വല്യച്ഛനെയൊക്കെ കാണിക്കുന്നത് കണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കിച്ചുവിൻ്റെ അടുത്ത് ഈ ഇനാഗുറേഷന് വന്ന സമയത്ത് ഓൺലൈൻ മാധ്യമങ്ങളുണ്ടല്ലോ, അവർ കിച്ചുവിൻ്റെ അമ്മയുടെ വളർത്തമ്മയുടെ സബ്സ്ക്രിപ്ഷനെ പറ്റി ചോദിച്ചു. അതിൽ കിച്ചു കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേട്ടിട്ട് വരാവേ. കിച്ചുവിന് പറയാം നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. ഇതാണ് കിച്ചുവിന് പറയാനുള്ളത്. ഇതല്ലാതെ ആ കുട്ടി എന്താണ് പറയേണ്ടത്? ഇനി കഷ്ടകാലത്താൽ അത് അമ്മയുടെ ഇഷ്ടമല്ലേ, എനിക്കതിലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് ഇന്റർവ്യൂവിൽ പറയും, കിച്ചു വലിയ പയ്യനല്ലേ, അവന്റെ അഭിപ്രായം ഇല്ലേ, അവൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ലെന്ന്. അവൻ അങ്ങനെ അഭിപ്രായം പറയില്ല എന്നും പറഞ്ഞ് അതെടുത്ത് സ്റ്റോറി ഇടും, ഒരു നാണവുമാനവും ഇല്ലാതെ. ആ കൊച്ചു എന്ത് പറയാൻ? ഇത്രയും വൃത്തികേടുകൾ കാണിച്ച് ആ സബ്സ്ക്രിപ്ഷനും തുടങ്ങി ദുബായിൽ വേറെ എന്തിനൊക്കെയോ പോകുന്നത് അറിഞ്ഞിട്ടാണ് ആ കൊച്ചു തീർച്ചയായിട്ടും ആ കുട്ടി വന്ന് അവൻ്റെ ജീവിതകഥയിൽ പറഞ്ഞപ്പോൾ അധികം ബന്ധമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അത് നിർത്തിയിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞ ദിവസം നാക്കിട്ട് കളിക്കുന്ന അതൊക്കെ കാണിക്കുമ്പോൾ പിന്നെ ആ കൊച്ചു എന്ത് പറയാൻ? 10-21 വയസ്സായ ഒരു കുട്ടി. അവൻ ഇതിനപ്പുറം വേറെ എന്ത് മറുപടി പറയാം? അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ അത് അടുത്ത വിവാദവും. ഇവനെ ഏതെങ്കിലും കുറെ ആളുകളെ കൊണ്ടുവന്ന് ഇവന് ഓപ്പോസിറ്റ് പറയിക്കും, അതിനെടുത്ത് സ്റ്റോറി ഇടാൻ തുടങ്ങും. ഇതാണ് ഏറ്റവും നല്ല മറുപടി. ഇനി ആ ഋതപ്പനും കൂടി വലുതാകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പറയണം. അതാണ് ആവശ്യം. നമ്മൾ ഇവിടെ ഇരുന്ന് പറയും, ഋതപ്പൻ കണ്ടിട്ട് പറയണം, മറ്റുള്ളവർ കണ്ടിട്ട് പറയണം. അവർക്കതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് ഇനി ആര് വന്ന് അവരെ മുമ്പിൽ വന്ന് പറഞ്ഞാലും അവരവരുടെ രീതിയിലേ പോവുള്ളൂ. വളരെ നല്ല കാര്യങ്ങൾ, അതായത് ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വിധവ എന്നുള്ള നിലയിൽ, എങ്ങനെയെങ്കിലും കുട്ടികളെ വളർത്തട്ടെ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള നിലയിലൊക്കെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളെല്ലാവരും കേൾക്കേണ്ട ഒരു വിഷയത്തിലേക്ക് നമുക്ക് പോവാം. ചേച്ചി പറയുന്നത്, എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 22 20 വയസ്സാണ്. എനിക്കിഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 21 ഇപ്പൊ ഏജ്. ഓക്കെ, അല്ല കല്യാണം കഴിക്കണം. അപ്പൊ 21 ആണേലും എനിക്ക് 34, ചെറുക്കന് 21 ആണേലും ഞങ്ങൾ രണ്ടും, എനിക്കിഷ്ടമാണോ അവനിഷ്ടമാണോ, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. ആ വീട്. അയ്യോ, ഏതവനാടെ കാത്തിരിക്കുന്നത്? 20 വയസ്സുള്ള പയ്യൻ. ആ കിച്ചുവിനെ കാട്ടി ഇളയതാണ്. കിച്ചുവിന് തന്നെ 21-22 വയസ്സായി. അതും നാട്ടിൽ പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന വയസ്സ് എത്രയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. 20 വയസ്സായാലും ചേച്ചി കെട്ടും, ചേച്ചി 21 വയസ്സായാലും ചേച്ചിക്ക് അങ്ങനെ പ്രായ വ്യത്യാസമൊന്നും ഇല്ല കേട്ടാ. ചേച്ചി ആരെ സ്വീകരിക്കും? ഇനി ഒരു ബോധവും വിവരവും പൊക്കണവും ഇല്ലാത്ത ഒരു 20 വയസ്സുള്ള വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്നിറങ്ങണവനാണെങ്കിലേ ഇതിന് നിന്ന് കൊടുക്കോളൂന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇച്ചിരിയെങ്കിലും വെളിവുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപമുള്ള ഒരു 20 വയസ്സുള്ള പയ്യൻ ചെന്ന് നിന്ന് കൊടുക്കോ? ചേച്ചി തയ്യാറാ, കുഴപ്പമില്ല. ഈ കൊട്ടൻ ചുക്കാതി തൈലം ഇട്ട് കാലിൽ തിരുമി കുളിക്കാതിരിക്കണ അമ്മച്ചിക്ക് 20 വയസ്സായ പയ്യനാ. പറയുന്നതിനൊരിത് വേണ്ടേ? എവർക്കും അറിയാം കിട്ടത്തില്ലെന്ന്, ഇവർക്ക് നന്നായിട്ട് അറിയാം കിട്ടത്തില്ലെന്ന്. പക്ഷെ പറയുന്നത് എന്തിനാ? ഒരു വിവാദത്തിന് വേണ്ടി അതിനെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം. അത് തന്നെയാണ് ചെയ്യുന്നത്. ചേച്ചിയുടെ ആഗ്രഹം തന്നെയാണ് സാധിച്ചു കൊടുക്കുന്നത്. എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും ഈ ഒരു ഭാഗം എന്തായാലും എടുത്തിട്ടുണ്ടാവും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ചേച്ചിയുടെ ആഗ്രഹം എല്ലാവരും നടത്തി തരുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ പറയുന്ന ഇത്രയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക്, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ആ ഉളുപ്പുണ്ടെങ്കിലും ചേച്ചിക്ക് പിന്നെ ഉളുപ്പുണ്ടോ എന്നുള്ള ചോദ്യമേ ചോദിക്കൂല, പേടിക്കേ വേണ്ട. ഉളുപ്പും ഇല്ല, ബോധവും ഇല്ല, പൊക്കണവും ഇല്ല. നിന്നെ കെട്ടാൻ ക്യൂ ആയിട്ട് നിൽക്കണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന വർഷം തൊട്ട് 34 വയസ്സ്. അയ്യോ, 34 വയസ്സിൽ നിന്ന് മേളിലോട്ടും പോകില്ല, താഴോട്ടും പോകില്ല, സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുവാണ് ചേച്ചിയെ കെട്ടിക്കോളാൻ വയ്യാതാ. പിന്നെ എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്,
കിച്ചു മോനെ നീയും നിന്റെ കൂട്ടുകാരും വളരെ സൂക്ഷിച്ച് തന്നെ പോയി വീട്ടിൽ പോയി ഋതപ്പനെ കാണുക. വേറെ എവിടെയെങ്കിലും ഋതപ്പനെ ആരുടെങ്കിലും കൊണ്ടുവന്നാൻ പറഞ്ഞ് കാണുക. ഈ സ്ത്രീ വീട്ടിലുള്ളപ്പോൾ നിന്റെ കൂട്ടുകാരന്മാരും നീയും പോവരുത്. കാരണം കാമവെറി കണ്ണുകളുമായിട്ടാണ് ഈ പെണ്ണുപിള്ള ഇരിക്കുന്നത്. അവർക്ക് 20 വയസ്സ് മതി, അത് ആരായാലും അവർക്കത് മതി. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോവുക. പിന്നെ രേണുവിന്റെ ഇഷ്ടപ്രകാരം ഇതിനെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. നീ കെട്ടണം. ചേച്ചി കെട്ടുക തന്നെ വേണം. അതും കൂടെ കാണണം ഇനി കേരളത്തിന്. അതും കൂടെ മാത്രമേ ഇനി കാണാനുള്ളൂ. ബാക്കി എല്ലാം പൂർത്തിയായി. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. തമന്നയുടെ ലുക്കാന്ന് കളിയാക്കി ഇപ്പൊ തമന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചേട്ടാ തിരിച്ചടി. തമന്നയുടെ ലുക്കാന്ന് കളിയാക്കി നേരിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വീഡിയോക്കകത്തോടെ കണ്ട തമന്നയല്ല തവളയാന്ന് പറയും. അത് അപ്പൊ അറിയാം കാര്യം, തവളയുടെ ലുക്കാണ്. നമ്മൾ പറയില്ല, ചേച്ചി തന്നെയാണ് പറയുന്നത്. ഇനി ഇതും കേട്ടുപിടിച്ച് നമ്മൾ ഇതിനെ ഏറ്റുപിടിച്ച് പറയുമ്പോൾ നാളെ പറയും തവളയുടെ ലുക്കാ, പോയി നിന്റെ വീട്ടിൽ പോയി വിളിയടി എന്ന് പറയും. ഇവരൊരു ആവേശത്തിന് പറയും, നേരിട്ട് അല്ല ഇതില് ഫോണിൽ കൂടെ കണ്ട ലുക്കാണെന്നൊക്കെ. ഇനി കേരളത്തിൽ മഴക്കാലം ആയതുകൊണ്ട് തവളകൾ ഒരുപാടുണ്ടെന്നറിയാം. കേരളത്തിൽ വെറുതെ കിടക്കുകയാണോ ഈ തമനകള്? ഈ തമനകൾ എന്താ ഈ വല്ല എന്താണ് തുമ്പികളോ അല്ലെങ്കിൽ അതുപോലെ വല്ല പറക്കണ സാധനമാണോ? കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടോ തമനകള്? ഞാൻ വേറൊരു തമനയും കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ തമനയും കൂടെ കണ്ടിട്ട് വരാം. നമ്മള് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് തമന്നക്കുട്ടിയോട് അഭിനയിക്കാം. അതെനിക്ക് ഭാഗ്യം. ലാലേട്ടൻ പറയും പോലെ ഇതും കോയ അതും പോയ, അപ്പൊ 2 കോയേ എന്ന് പറയും പോലെ ഇതും തമന അതും തമന. ഇവിടെ മത്സരൂടെ തമനയ്ക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞു, തമന ഇത് അറിയാത്തത് കൊണ്ട് ഇവരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കണം. തമന അറിഞ്ഞ തമന വന്ന് കൊല്ലും 2 എണ്ണത്തിനെ. തമനെ വിട്ട് വേറെ ആരെയും കണ്ടിട്ടില്ലേ നിങ്ങള്? തമനെ മാത്രമേ കണ്ടിട്ടുള്ള. ഓ എന്തൊക്കെ കാര്യങ്ങളാണോ എന്തോ. ഇനി നമുക്ക് ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടന്റ്. സബ്സ്ക്രിപ്ഷൻ ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. സബ്സ്ക്രിപ്ഷൻ 3500 കഴിഞ്ഞില്ലേ? സന്തോഷമല്ലേ? കുറ്റം പറഞ്ഞിട്ട് പുതിയ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടല്ല. അതല്ല, വീഡിയോ വേറെ ആൾക്കാരെടുത്ത് സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? നല്ല കാര്യമല്ലേ? ലീക്ക് എന്തായാലും ലീക്കാകും. അതുകൂടി എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ പോകുന്നത് നല്ല കാര്യമാണെന്നാ പറയുന്നത്. അങ്ങനെ പോകുന്നത് നല്ലതായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു. എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, നിനക്കൊരു കുഴപ്പവും ഇല്ലെങ്കിൽ എന്തിനു വേണ്ടുമ്പോഴേ കഴിഞ്ഞ ദിവസം വന്ന് നാണം കെട്ട നാറികളെ എന്ന് വിളിച്ചുകൊണ്ട് വന്നത്? അവൾക്കൊന്നും കുഴപ്പമില്ല. ഇന്ന് അവള് ഈ ഒരു ലൈറ്റും വെട്ടവും ഒക്കെ കണ്ട് ബോധം പോയിട്ട് പറയും എനിക്കൊരു കുഴപ്പമില്ല, നല്ലതല്ലേ എന്ന് പറയും. നാളെ ഉച്ചയ്ക്ക് ആവുമ്പോ നിങ്ങൾ നോക്കിക്കോ, കാറിനകത്തിരുന്ന് ചീത്ത വിളിക്കും, നാണം കെട്ട നാറികളെ നിങ്ങൾ എന്തിനെടുത്തിട്ട് ഇടുന്നു എന്നും പറഞ്ഞ്. ഇവക്കേ അറിയത്തില്ല ഇവക്ക് എന്ത് പറയണമെന്ന്. ഇനി ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവര് വെറും മന്ദബുദ്ധികളാണെന്നേ ഞാൻ പറയൂ. കാരണം ഇവര് സബ്സ്ക്രിപ്ഷനിൽ ഇടുന്ന വീഡിയോ ഏകദേശം 2-3 മണിക്കൂർ കഴിയുമ്പം അത് പുറത്തിടും. ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെടുത്ത് പുറത്തിടും. നമ്മളത് ഫ്രീ ആയിട്ട് കാണുന്നുമുണ്ട്, അതിനെടുത്ത് റിയാക്ട് ചെയ്യുന്നുമുണ്ട്, നമുക്ക് കാശ് കിട്ടുന്നുമുണ്ട്. കുറെ മന്ദബുദ്ധികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രിപ്ഷനിൽ എവൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞിരുന്നത് കാണിച്ചാൽ ഉടനെ പൈസ കൊടുത്ത് ഒരു കുത്തൊഴുക്ക് പോലെ അങ്ങോട്ട് കയറും. പൈസയും പോവും. ഈ നാക്കിട്ട് കളി മാത്രമേ ഉള്ളൂ അതിനകത്ത്. കഴിഞ്ഞ ദിവസം ഡയറി മിൽക്ക് തിന്നണതുണ്ട്. ഇതും കണ്ട് പൈസയും പോവും, സബ്സ്ക്രിപ്ഷനും എടുക്കണം, എന്നിട്ട് അതിൻ്റെ അകത്ത് പോയി ഇത് മാത്രം കാണണം. എന്തിനെടുക്കുന്നു? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു ക്ഷമയില്ലേ? വെയിറ്റ് ചെയ്യൂ, പുറത്തിട്ട് കാണിക്കും. നമ്മൾ ഫ്രീ ആയിട്ട് കാണുകയും ചെയ്യും, കണ്ടിട്ട് പോവുകയും ചെയ്യും. ഓരോരുത്തർ പൈസയും കൊടുത്തെടുക്കും. എവിടെ പറയുന്നു 2000 കിടന്നത് 3000 അടിച്ചു കയറിയെന്ന്. ഈ നാക്കിട്ടുള്ള പരിപാടി മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം 2-3 വന്നു. ഡയറി മിൽക്കൊക്കെ കഴിക്കുന്ന വന്നപ്പോഴും നാക്കിട്ടുള്ള പരിപാടി. 1 മാസവും കൂടെ അത് ഓടും. അത് മാത്രം കൊണ്ടിരുന്നാൽ വീണ്ടും താഴോട്ട് വരും. ഇപ്പം വേറെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആ ഹൻസികയൊക്കെ വേറെ എന്തെങ്കിലും അതിൽ കാണിച്ചാൽ മതി, വീണ്ടും കുത്തൊഴുക്ക് പോലെ അങ്ങോട്ട് പൊക്കോളും. ഇത് വീണ്ടും ഇനി ഇതിന്റെ അപ്പുറം പരിപാടി കാണിക്കണം. ഇവളിനി അതിന്റെ അപ്പുറം പരിപാടി കാണിക്കൂ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു ഇവള് കാണിക്കാനുള്ള സാധ്യത കുറവാണ്, വളരെ ഹോട്ടായിട്ടാണ്. അപ്പോഴാണ് മറ്റേ കൊട്ടൻ ചുക്കാതി തൈലവും തേച്ചുകൊണ്ട് പറഞ്ഞ ഒരു വീഡിയോ കണ്ടത്. അതുകൊണ്ട് അവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇവളെ എന്തും കാണിക്കണം, അപ്പോഴല്ലേ നമുക്കെടുത്ത് വെച്ച് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ എവളെ കൊച്ചുങ്ങൾ പോയി കാണണം. എന്തായാലും ആ നാക്കിട്ടുള്ള വീഡിയോ പുറത്തു വന്നു, അത് കിച്ചു കണ്ടു. അതുകൊണ്ടാണല്ലോ ആ കുട്ടി അത് പറഞ്ഞത്. അതിൻ്റെയൊക്കെ കഷ്ടകാലമായി പോയി ഈ അമ്മ എന്ന് പറയുന്ന ഒരു സാധനം ലൈഫിലോട്ട് കയറി വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെന്താ പറഞ്ഞത്, കഷ്ടമാണ്. അപ്പം നിനക്കറിയാം അങ്ങനെ പുറത്ത് ആ വീഡിയോ പോകുന്നത് കുഴപ്പമാണ്. കാരണം ഇനി അതിലെ ആൾക്കാർ ആ കുത്തൊഴുക്ക് മാറുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടൊക്കെ നിനക്കുണ്ട്. അത് എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, പുറത്തെടുത്തിടുന്നല്ലോ. തീർച്ചയായിട്ടും പുറത്തെടുത്തിടണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇതൊക്കെ കാണണം, എല്ലാവരും കാണണം. ഇപ്പൊ ഈ വീഡിയോ ഒന്നും പുറത്തു വന്നില്ല, അവരവരുടെ ഇഷ്ടത്തിന് അതിൻ്റെ അകത്ത് സബ്സ്ക്രിപ്ഷനിൽ ഇരുന്ന് കാണിക്കട്ടെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര കള്ളത്തരവാ. അതൊക്കെ എല്ലാവരും കാണുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ മുഖം ഓരോന്നായിട്ട് പൊളിഞ്ഞു അടർന്നടർന്ന് വീഴുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഇത് പുറത്ത് വന്നിട്ട് എന്താണ്, അയ്യോ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. കുറെ എണ്ണം വന്ന് പറയുന്നുണ്ട് കണ്ട് ആസ്വദിച്ചിട്ട്. ഇത് ആരുടെ ഇത്രയ്ക്ക് ആസ്വദിക്കാൻ, ഇനി എനിക്ക് അത് പറയാൻ വയ്യ, അത് ഓർക്കാനുമാണെന്ന്. ആ പറയണവർക്ക് അത്രയ്ക്ക് ദാരിദ്ര്യം. കഴിഞ്ഞ ദിവസം ചെകുത്താൻ സുന്ദരിയാണ്, ചെകുത്താന്റെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടായിരുന്നു, ബൈറ്റ് കൊടുക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്താണെന്നറിയാമോ, രേണുസുതി വിധവയായിട്ട് വെള്ളയിട്ട് തലയെ മൊട്ടയടിച്ചിരിക്കണമെന്ന്. ഞാൻ ചെകുത്താനോട് ചോദിക്കുകയാണ്, രേണുസുതി വിധവയാകുന്നതിന് മുന്നേ വെള്ളയിട്ട് തല മൊട്ടയടിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തടാ സോഷ്യൽ മീഡിയയിൽ, ഞങ്ങളും കൂടെ കാണട്ടെ. രേണുസുതി വിധവകൾക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴാണോ എല്ലാവരും തലമുടിയും വളർത്തി, മൊട്ടയടിച്ചവരൊക്കെ തലമുടിയും വളർത്തി കളർ സാരി ഉടുത്ത് ഇറങ്ങിയത്? നീ കാണിച്ചാടാ അതിന് മുന്നേ ഇറങ്ങിയത്? എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുക. ഇവനെ പോലുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് സപ്പോർട്ട്, അല്ലാതെ ബോധമുള്ളവനല്ല. അവ സഞ്ജുവിനെ പറ്റി പറഞ്ഞത് അറിയാലോ. സഞ്ജു ആരാ? കാര്യം അന്ന് കുറച്ച് വൈറലായി. ഇന്നിപ്പോ എവളെ പറ്റി പറയുമ്പോൾ വൈറലാവും, അതിന് വൈറലാവാൻ വേണ്ടി മാത്രം. എന്നിട്ട് അവ സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ അതിനെ എടുത്തിട്ട് അങ്ങ് സ്റ്റോറി ഇട്ട്. ഇവനൊക്കെ ഉള്ളൂ സപ്പോർട്ടിന്. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നീ അങ്ങോട്ട് ഏറ്റെടുക്ക്. ചേച്ചി ആരെ വേണമെങ്കിലും കെട്ടും. പിന്നെ നിനക്ക് 30 വയസ്സ് കഴിഞ്ഞാന്ന് എനിക്ക് അറിയത്തില്ല, പാടാണ് ഏറ്റെടുക്കാൻ. ചേച്ചി 30 വയസ്സ് കഴിഞ്ഞവരെ ചേച്ചിക്ക് പറ്റത്തില്ല. 20 വയസ്സാണെങ്കിൽ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിന്നെ ഏറ്റെടുക്കുമായിരിക്കും. ഇനി നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോ കാണാമേ. പള്ളിയിൽ പ്രാർത്ഥന ഒന്നുമില്ല, നമ്മൾ മാത്രം സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അന്ന് എന്റെ ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന് ഫുഡ് കഴിക്കുക എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ സുധിച്ചേട്ടന്റെ ചരമവാർഷികമല്ലേ ജൂൺ 5-ാം തീയതി, അന്നാണ്. അയ്യോ ചേച്ചി പറഞ്ഞു കേട്ടോ, 3 വർഷമായില്ലേ, ഇനി ആഘോഷമൊന്നും ഇല്ല. ഇനി എന്തിനാ, പോയവരങ്ങ് പോയില്ലേ. ദുരന്ത ദിനമൊക്കെ നമ്മൾ ആഘോഷിക്കോ, നമ്മൾ ഓർക്കോ? കഴിഞ്ഞ ദിവസം സുധിച്ചേട്ടന്റെ ജന്മനാളായിരുന്നു, അതിന് ഇവരൊരു ഇത് കൊടുത്തിരുന്നു, ബൈറ്റ് കൊടുത്തിരുന്നു. ഏതോ ഒരു സ്ത്രീ ചോദിച്ചപ്പോ, ചേച്ചി ഞാനല്ലേ നിയമപരമായ ഭാര്യ, ചേച്ചി ജന്മദിനം അവിടെ പോയി അറിയിക്കാൻ, സുധിച്ചേട്ടന്റെ അടുത്ത് പോയി അറിയിക്കാൻ. ഈ പെണ്ണുപിള്ളയ്ക്ക് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ആരോടുമില്ല. പൈസ എന്ന് പറയുന്ന കാര്യത്തോട് മാത്രം ആർത്തി. കമ്മിറ്റ്മെന്റ് എന്ന് പോലും ഞാൻ പറയത്തില്ല, ആർത്തി. അല്ലെങ്കിൽ അങ്ങനെ പറയോ? ഇവരത് ആഘോഷിച്ചില്ല, ഇവരത് മറന്നുപോയി. ആരോ ഒരാള് മറ്റേ എന്താണ് വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞപ്പോ ആ ഫോട്ടോ, അതും വെഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസവും കണ്ട് ആ ഫോട്ടോയും പൊക്കി പിടിച്ചെടുത്തോണ്ട് വന്നു. ഇവര് മറന്നുപോയി. കിച്ചു അതിന് കറക്റ്റായിട്ട് ഇന്നലെ തന്നെ ആ എന്തോ ബർത്ത്ഡേയുടെ ലാസ്റ്റിൽ ആ ചേട്ടൻ ആഘോഷിച്ച ബർത്ത്ഡേയുടെ വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇവള് അത് മറന്നുപോയി. അതിന് ഈ പെണ്ണുമ്പുള പറയാണ്, ചേച്ചി അവിടെ പോയി കൊടുക്കാൻ, അത്രേ ഉള്ളൂ. പിന്നെ 3 വർഷമായി, ഇനി എന്തിനാ, പള്ളിയിൽ പോലും പോകുന്നില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ പള്ളിയിൽ പോലും പോകുന്നില്ല, പോണ്ട. അത് ആ മനുഷ്യന്റെ ആത്മാവിന് അങ്ങനെയെങ്കിലും ഒത്തിരി നിത്യശാന്തി കിട്ടട്ടെ. നീ ഒന്നും ചെന്ന് കയറി കൊടുത്ത് ആ മനുഷ്യന്റെ ആത്മാവ് കാണരുത് നിന്നെയെന്ന്. അതാണ്. ഒരു ഓർമ്മയും വേണ്ട, ഒന്നും വേണ്ട, പോയവര് പോയി. അപ്പൊ കഴിഞ്ഞ വർഷം നിന്റെ വീട്ടിൽ എന്തുവായിരുന്നു, പള്ളിപ്പെരുന്നാളായിരുന്നു ആഘോഷിച്ചത്. അപ്പൊ ഈ വർഷം അതുപോലെ ആളിനെയൊക്കെ കൂട്ടി പള്ളിപ്പെരുന്നാൾ ആഘോഷിച്ച അതിന്റെ പേരിൽ കുറെ കേൾക്കാന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കിച്ചു അതിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞു കാണും. ഇനി നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഇത് ആഘോഷിക്കരുതെന്നോ എന്തെങ്കിലും പറഞ്ഞു കാണും. അത് ആഘോഷിച്ച അവൻ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ ആഘോഷിക്കാത്ത. കാരണം ഇവർ ആ ദിവസങ്ങളൊന്നും വെറുതെ വിടൂല. കാരണം കുറച്ച് വൈറലാവാൻ കിട്ടുന്ന ദിവസമല്ലേ. എനിക്ക് തോന്നുന്നു ആ അച്ഛൻ്റെ മരണദിനം മറന്നു പോയി എന്ന് പറഞ്ഞ ഇതിൽ കിച്ചു ഇവരും തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായി കാണും. ഇവർക്ക് പേടിയായിരിക്കും ഇനി കിച്ചു വേറെ എന്തെങ്കിലും കൂടെ വിളിച്ച് പറയുമെന്ന്. എനിക്കത് നല്ല സംശയമുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും ആഘോഷിക്കാത്തത്. ഇനി ചേച്ചി സബ്സ്ക്രിപ്ഷന്റെ പൈസ ആ ചേട്ടന്റെ ഇതിന് അനാഥാലയത്തിൽ കൊടുത്ത് ചേച്ചി പോയിരുന്നങ്ങ് തിന്നും. എൻ്റെ പൊന്നെ, ഇത്രയും വൃത്തികേടുകൾ കാണിച്ച്, ഇത്രയും അപരാധിത്തരം കാണിച്ചുണ്ടാക്കണ പൈസ അന്നും അനാഥാലയത്തിൽ കൊടുക്കൂന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം ആരുമില്ലാത്ത കുട്ടികൾക്ക് അതിന്റെ ശാപം കിട്ടരുത്. കാരണം ഇവരിത് കൊടുക്കൂല. ആ ചേട്ടന്റെ ആത്മാവിനെ ഇവള് വെറുതെ വിടത്തില്ല.
ആ ചേട്ടന്റെ ആത്മാവിൽ പോയി കാണൂലെന്ന് പറഞ്ഞപ്പോഴേ ആ മനുഷ്യനൊരു സമാധാനമായി കാണും, ദൈവമേ എനിക്ക് മോശം കിട്ടിയെന്ന്. എവളത് അനാഥാലയത്തിലും കൂടെ കൊടുക്കുമ്പോൾ അതിന്റെ പാവവും കൂടി ആ ആത്മാവിന് കിട്ടും. ഇനി പറയുന്ന വേറെ കുറച്ച് സെലിബ്രിറ്റി പറയുന്ന കാര്യങ്ങളും കൂടി ഉണ്ട്, ഇതിനോടൊപ്പം ചേർക്കേണ്ട, അതും കൂടി കേൾക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണത്തില്ലായിരിക്കും, മക്കളെ വിടും. ഞാൻ എവിടെ ആയിരുന്നാലും സ്വിച്ചിന് വേണ്ടി ആ സമയത്ത് ഇതിൽ പറഞ്ഞു വരുന്നത് ചേച്ചി ഗൾഫിൽ പോകും ചിലപ്പം. ഇന്നലെ ഞാൻ ഷെഫീന ചേച്ചിയുടെ വീഡിയോ ആണെന്ന് തോന്നുന്നു കണ്ടപ്പോൾ അതിൽ ആ ചേച്ചി പറയുന്നുണ്ട് ഇവളെന്തോ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു, വിസ കിട്ടിയില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇവളെന്തോ ഗൾഫിൽ പോകുന്നുണ്ട്. അങ്ങനെ ഏത് ലോകത്തിന്റെ എവിടെ ഇരുന്നാലും അവള് പ്രാർത്ഥിക്കും, പിള്ളേരെ വിടും. ഏത് പിള്ളേരെ? കിച്ചു അവിടെ എന്തായാലും കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ കൊല്ലത്ത് അതിന്റെ കർമ്മങ്ങൾ ചെയ്യുമായിരിക്കും. ഏത് പിള്ളേരെ? പിന്നെ നിനക്ക് പിള്ളേരുണ്ടോ? ഇളയ കുട്ടി എങ്ങനെ വിടും? അവരൊക്കെ പോട്ടെ, അവരൊക്കെ പോയിരുന്ന അനാഥാലയത്തിൽ പോയി ഞാൻ കൊടുക്കുന്ന പൈസകൾ ഇതൊക്കെ കഴിക്കട്ടെ. ഞാനങ്ങ് ദുബായ്, റാസൽ ഖൈമ അവിടെയൊക്കെ ഞാനങ്ങ് വിഹരിച്ച് നടക്കുമ്പോൾ ഞാൻ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. എവക്ക് വട്ടാണോ അതോ ഇത് കേൾക്കുന്ന നമുക്ക് വട്ടാണോ എന്ന് എനിക്ക് ഒരു ഊഹവും ഇല്ല കേട്ടോ. നമുക്ക് വട്ടാവാനാണ് സാധ്യത. കാരണം ഇവൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് എവക്ക് പോലും അറിയത്തില്ല. നീ റാസൽ കൈമേൽ പോയാലും എവിടെ പോയാലും ദൈവം ചെയ്ത് ആ മനുഷ്യനെ ഇനി വെറുതെ വിടപ്പി, നീ വീട് വെച്ചേ. നീ ആ മനുഷ്യനെ വെറുതെ വിട്ട കുറച്ചെങ്കിലും നിനക്കൊരിത് കിട്ടും. നീ ആ മനുഷ്യനെ വച്ച് ഇനിയും കൊന്ന് അതിൻ്റെ ഓരോ എല്ലുകളും എടുത്ത് നീ ഇത് ചെയ്ത് നീ ഇത് എന്തുവാണ് കാണിക്കുന്നതെന്ന് നിനക്ക് പോലും അറിയില്ല. ഇപ്പം നിനക്കിതൊക്കെ പറയുന്നത് ഭയങ്കര രസമായിരിക്കും. ഞാൻ കൊച്ചു പയ്യനെ കെട്ടും, ഞാൻ സബ്സ്ക്രിപ്ഷൻ അടിപൊളിയല്ലേന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് പേരെന്താ, ലക്ഷ്മി അല്ലേ, ആ കുട്ടി അവര് എടുത്ത് മറ്റേ ബാംഗ്ലൂർ ഒരു ബിഗ് ബോസ് മാധ്യമ വിചാരണയ്ക്ക് പോയി അവരാ കരഞ്ഞ ആ ഒരു രംഗമൊക്കെ എടുത്ത് കാണിച്ച വീഡിയോ നമ്മൾ കണ്ടതാണ്. അത് ബാംഗ്ലൂർ. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല. നീ ഇപ്പം നിനക്ക് നല്ല സമയം ആയതുകൊണ്ടായിരിക്കും നീ ഇത് സന്തോഷിക്കുന്നത്. നിനക്ക് മോശപ്പെട്ട ഒരു സമയം വരുമ്പോൾ നിന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റത്തില്ല. ഇവർ ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു വന്നു. ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ ചുമ്മാ പറയുന്നതാണ് നെഗറ്റീവ് കമൻസ്. ഇവർക്ക് നെഗറ്റീവ് കമൻസ് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇവർ നല്ല രീതിക്ക് ഇവരത് തിരിച്ച് പ്രതികരിക്കും എന്ന് പറഞ്ഞു. ഇവരതിനുശേഷം തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് പിടിച്ച് നിൽക്കാനേ പറ്റൂല. ഇപ്പം ദാ കിച്ചുവിന് ഓരോരോ കാര്യങ്ങൾ കിട്ടി തുടങ്ങി. ഇനി കിച്ചുവിന് പ്രോഗ്രാം കിട്ടി, കിച്ചുവിന് ഷോർട്ട് ഫിലിംസ് കിട്ടി. നല്ല നല്ല രീതികളിൽ പോകുമ്പോൾ എന്താണ്, ഇവർക്കത് സഹിക്കാൻ വയ്യെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും ചെയ്യും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഒട്ടും പിടിച്ചു നിൽക്കാത്തൊരവസ്ഥ വന്നാൽ അവർക്ക് ഒരു ധൈര്യവും ഇല്ല പിടിച്ചു നിൽക്കാൻ. അവരെ കൂടെ ഇപ്പം ഇവരെ ചുറ്റാകെ ആരൊക്കെയോ ഉണ്ട്, കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് നിൽക്കുന്നത്. ഇനി അതും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റൂല. ഇനി സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മഞ്ജു പത്രോസ് ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു. അപ്പം ഇവർ പറഞ്ഞു എന്നെ എതിർത്തവരൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ എന്ന്. അതിൻ്റെ ഉള്ളിൽ അവർ സംസാരിച്ചത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ എന്തെങ്കിലും കേട്ടോ? കേട്ടിട്ട് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? അതിൽ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ സൈഡിൽ അതിൻ്റെ ആ പോസ്റ്റ് കൊടുത്തിരിക്കാം. വീഡിയോ ഞാൻ വെക്കുന്നില്ല, ലെങ്ത് കൂടിപ്പോ. ഞാൻ പോസ്റ്റ് കൊടുക്കാം. അതിൽ ആ ചേച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് നാണം വരുന്നുണ്ട് അത് പറയാൻ. കാരണം അത് അങ്ങനത്തെ വീഡിയോസ് അല്ല, അവരുടെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ, അവർ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ അനുഭവങ്ങൾ, അവരുടെ യാത്രാ വിശേഷങ്ങളൊക്കെയാണെന്ന്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണിക്കണം. ഇതുപോലത്തെ നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് റിയാക്ഷൻ വീഡിയോ വരും. അത് അവർക്കും അറിയാം. പിന്നെ അവർ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല. അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പോലും പറയുന്നത് എനിക്ക് പറയാൻ നാണക്കേടായി എന്നാണ്. എന്തുകൊണ്ടാണ് അവർക്ക് പറയാൻ നാണക്കേടായത്? എവളെ പോലുള്ളവർ ഇത്തരം കാര്യങ്ങൾ തുടങ്ങിയത് കൊണ്ടാണ് നാണക്കേട്. എല്ലാവർക്കും പറയേണ്ടി വരുന്നു ഇത് മറ്റേ പരിപാടിയല്ല എന്ന്. എന്നിട്ട് ഇവളൊക്കെ പറയും എന്നെ എതിർത്തവർ തുടങ്ങിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇവക്കൊക്കെ ഇതാണെന്നാണ് വിചാരം. ഏതെങ്കിലും ഒരു നല്ല സബ്സ്ക്രിപ്ഷൻ വീഡിയോ പോയി കണ്ടു. ഇനി ആ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകൻ ആർക്കും, ഓൺലൈനിലുള്ള ആ വാലുകൾക്ക് ആർക്കും അറിയത്തില്ലേ നല്ല രീതിയിലും പ്രവർത്തിക്കുന്നു. അപ്പൊ തിരിച്ചുകൾ പറയുമ്പോൾ പറയാത്തെന്താ? അവര് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യങ്ങൾ അവരതിൽ കാണിക്കുന്നത് എന്താ അവന്മാര് പറയാത്തെ? ബാക്കി എല്ലാം പറഞ്ഞ് തിരുത്തുന്നുണ്ടല്ലോ. ആ സബ്സ്ക്രിപ്ഷൻ നാക്കിട്ട് കാണിച്ചത് പറഞ്ഞപ്പോൾ ഒരു ഓൺലൈൻ മീഡിയക്കാരെ ഇരുന്ന് പറയുന്നുണ്ട്, എന്തോന്നാണ് എ ആണോ? കാരണം അവളെ ഒന്ന് രക്ഷിക്കാൻ നോക്കുന്നതാ. അതുപോലെ അവൾക്ക് മനസ്സിലാവില്ല. അവൾ പറയും ഒന്നുമില്ല, ഇത് എന്റെ നാക്കെന്നും പറഞ്ഞ് അവൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ അവനൊന്നും അറിഞ്ഞൂടെ ആ ചേച്ചി പറഞ്ഞത്? അപ്പൊ എന്താ തിരുത്താത്തത്? കാരണം തിരുത്തി കഴിഞ്ഞാൽ രേണുസുതി തെറ്റിദ്ധരിച്ചാലോ, രേണുസുതിക്ക് വിഷമം വന്നാലോ എന്ന് കരുതിയാണ് തിരുത്താത്തത്. എന്തായാലും കൊള്ളാം.
20 വയസ്സുള്ളവൻ കല്യാണം കഴിക്കണത് കാണാനാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി നാട്ടിൽ വരുമ്പോൾ വേണം ഈ 20 വയസ്സും 34 വയസ്സ് 10 വർഷം കൊണ്ട് തന്നെ നിലനിൽക്കുന്ന ചേച്ചിയുടെ കല്യാണത്തിന് പോവാൻ. എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.